ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന IT പ്രൊഫഷണലുകളെയും മറ്റ് വിദഗ്ധ തൊഴിലാളികളെയും പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ വലിയ ആശങ്കയിലാഴ്ത്തുന്ന പുതിയൊരു വാർത്തയാണ് ഇപ്പോൾ US-ൽ നിന്നും പുറത്തു വരുന്നത്. US-ലെ പ്രശസ്തമായ H-1B വിസ പ്രോഗ്രാമിൽ തീവ്രമായ മാറ്റങ്ങൾ വരുത്താൻ ലക്ഷ്യമിട്ട് പുതിയൊരു പരിഷ്കരണ ബില്ല് അമേരിക്കൻ കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ വൈറ്റ് കോളർ വർക്ക് ജോബ്സ് ആക്ട് 2026 എന്നാണ് ഈ പുതിയ ബില്ലിന്റെ പേര്. നിലവിലുള്ള വിസ ലോട്ടറി സിസ്റ്റം നിർത്തലാക്കുക, പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ PR പാത അടയ്ക്കുക, ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം പൂർണ്ണമായും നിർത്തലാക്കുക തുടങ്ങി കടുത്ത നിർദ്ദേശങ്ങളാണ് ഈ ബില്ലിലുള്ളത്. ഈ പുതിയ ബില്ലിന്റെ വിശദാംശങ്ങളും ഇത് വിദേശികളെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് അമേരിക്കൻ വൈറ്റ് കോളർ വർക്ക് ജോബ്സ് ആക്ട് എന്ന് നോക്കാം. അമേരിക്കയിലെ H-1B വിസ പ്രക്രിയ പൂർണ്ണമായി പരിഷ്കരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത 14 പേജുള്ള ഒരു നിയമനിർമ്മാണ നിർദ്ദേശമാണിത്. ടെക്സസിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധിയായ ചിപ്പ് റോയിയാണ് 2026 ജൂൺ 4 ഈ ബില്ല് US കോൺഗ്രസിൽ അവതരിപ്പിച്ചത്. വിദേശത്തു നിന്നും കുറഞ്ഞ ശമ്പളത്തിൽ ആളുകളെ കൊണ്ടുവന്ന് അമേരിക്കൻ ജീവനക്കാരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നത് തടയുക, അമേരിക്കൻ വൈറ്റ് കോളർ തൊഴിലാളികൾക്ക് മുൻഗണന നൽകുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമായി പറയുന്നത്. ഇമിഗ്രേഷൻ അക്കൗണ്ടബിലിറ്റി പ്രൊജക്ട്, ഫെഡറേഷൻ ഫോർ അമേരിക്കൻ ഇമിഗ്രേഷൻ റിഫോം, സിറ്റിസൺസ് ഫോർ റിന്യൂയിങ് അമേരിക്ക തുടങ്ങിയ ഗ്രൂപ്പുകൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഈ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ബില്ല് പ്രധാനമായും ലക്ഷ്യമിടുന്നത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ലോട്ടറി സിസ്റ്റം അവസാനിപ്പിക്കുക. നിലവിലുള്ള റാൻഡം ലോട്ടറി സമ്പ്രദായത്തിന് പകരം ശമ്പളത്തിന്റെ അടിസ്ഥാനമുള്ള അതായത് വേജ് ബേസ്ഡ് സെലക്ഷൻ രീതി കൊണ്ടുവരിക. അടുത്തത് PR പാത തടയുക. H-1B വിസയെ സ്ഥിരതാമസത്തിനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുക എന്നും ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. അടുത്തത് ലേ ഓഫ് നടത്തുന്ന കമ്പനികൾക്ക് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തുകയാണ്. ഈയിടെ ജീവനക്കാരെ പിരിച്ചുവിട്ട കമ്പനികൾക്ക് H-1B ജീവനക്കാരെ നിയമിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തുക എന്നും ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. അടുത്തത് OPT പ്രോഗ്രാം നിർത്തലാക്കുകയാണ്. അമേരിക്കൻ STEM പ്രൊഫഷണലുകൾക്ക് ജോലി ഉറപ്പാക്കാൻ വിദ്യാർത്ഥികളുടെ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് നിർത്തലാക്കുക എന്നും ബില്ല് പറയുന്നു. മുൻപ് അവതരിപ്പിക്കപ്പെട്ട H-1B വിസ അബ്യൂസ് ആക്ടുമായി ഈ ബില്ലിന് എന്താണ് ബന്ധം? അമേരിക്കൻ കോൺഗ്രസ് അംഗമായ എലി ക്രീൻ 2026 ഏപ്രിലിൽ അവതരിപ്പിച്ച H-1B വിസ അബ്യൂസ് ആക്ടിലെ നിർദ്ദേശങ്ങളെ കൂടി അടിസ്ഥാനമാക്കിയാണ് ചിപ്പ് റോയിയുടെ ഈ പുതിയ ബില്ല് വരുന്നത്. എലി ക്രെയിന്റെ ബില്ലിൽ H-1B വിസകൾ അനുവദിക്കുന്നത് 3 വർഷത്തേക്ക് പൂർണ്ണമായി നിർത്തിവെക്കാനും വാർഷിക വിസ പരിധി 65,000-ൽ നിന്ന് 25,000-ആയി കുറയ്ക്കാനും നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ H-1B ജീവനക്കാരുടെ കുറഞ്ഞ ശമ്പളം പ്രതിവർഷം $2 ലക്ഷം നിശ്ചയിക്കണമെന്നും അവർക്ക് ആശ്രിതരെ US-ലേക്ക് കൊണ്ടുവരാൻ അനുവാദം നൽകരുതെന്നും അതിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ കടുത്ത നിലപാടുകളുടെ തുടർച്ചയാണ് പുതിയ ബില്ലും. ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം നിർത്തലാക്കാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട്? ഇത് വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കും? നമുക്ക് നോക്കാം. US-ൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക ജോലി ചെയ്യാൻ അനുവദിക്കുന്ന സംവിധാനമാണ് OPT. എന്നാൽ ചിപ്പ് റോയും എലി ക്രെയിനും ഉൾപ്പെടെയുള്ള US രാഷ്ട്രീയക്കാർ ഇതിനെ ശക്തമായി എതിർക്കുന്നു. സ്റ്റുഡന്റ് വിസ സംവിധാനത്തിന്റെ വിശ്വസ്തത വീണ്ടെടുക്കാനും അമേരിക്കൻ തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനും OPT, STEM OPT പ്രോഗ്രാമുകൾ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗം റെലി മൂർ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന് കത്തും അയച്ചിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ നിലവിലെ നയങ്ങൾ H-1B വിസ പ്രോഗ്രാമിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്ക് നോക്കാം. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരമേറ്റതു മുതൽ നിയമപരമായ ഇമിഗ്രേഷൻ നയങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇതിനകം തന്നെ ചില കർശന നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അപേക്ഷകളിലെ വലിയ കുറവാണ്. കുറഞ്ഞ ശമ്പളമുള്ള തൊഴിലാളികൾക്ക് USCIS വാതിലുകൾ അടച്ചതോടെ മുൻ സാമ്പത്തിക വർഷത്തിൽ 3,43,981 ആയിരുന്ന അപേക്ഷകൾ ഇപ്പോൾ 2,11,600 കുറഞ്ഞു. ഏകദേശം 38.5% കുറവ്. അടുത്തത് പുതിയ വിസ ഫീസും സോഷ്യൽ മീഡിയ പരിശോധനയുമാണ്. പുതിയ വിസ അപേക്ഷകൾക്ക് $1 ലക്ഷം നിർബന്ധിത ഫീസായി ഏർപ്പെടുത്തി. കൂടാതെ അപേക്ഷകരുടെയും ആശ്രിതരുടെയും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പരസ്യമാക്കാനും സർക്കാർ പരിശോധനയ്ക്ക് വിധേയമാക്കാനും നിർദ്ദേശമുണ്ട്. ഇത് വിസ അപ്പോയിന്റ്മെന്റുകൾ വൈകാനും പലരും സ്വന്തം നാട്ടിൽ കുടുങ്ങിപ്പോകാനും കാരണമായി. അടുത്തത് വെയ്റ്റഡ് ലോട്ടറി സിസ്റ്റം അവസാനിപ്പിക്കുന്നതാണ്.
2026 ഫെബ്രുവരി 27 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമപ്രകാരം ഭാഗ്യത്തെ ആശ്രയിച്ചുള്ള ലോട്ടറിക്ക് പകരം ഉയർന്ന വൈദഗ്ധ്യവും ഉയർന്ന ശമ്പളവുമുള്ള വിദേശികൾക്ക് മുൻഗണന നൽകുന്ന വെയ്റ്റഡ് ലോട്ടറി സംവിധാനത്തിലേക്ക് US മാറിക്കഴിഞ്ഞു. അടുത്തത് വെയ്റ്റഡ് ലോട്ടറി സിസ്റ്റമാണ്. 2026 ഫെബ്രുവരി 27 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമപ്രകാരം ഭാഗ്യത്തെ ആശ്രയിച്ചുള്ള ലോട്ടറിക്ക് പകരം ഉയർന്ന വൈദഗ്ധ്യവും ഉയർന്ന ശമ്പളവുമുള്ള വിദേശികൾക്ക് മുൻഗണന നൽകുന്ന വെയ്റ്റഡ് ലോട്ടറി സംവിധാനത്തിലേക്ക് US മാറിക്കഴിഞ്ഞു. ഇനി ഗ്രീൻ കാർഡ് അപേക്ഷകരെ ബാധിക്കുന്ന പുതിയ മാറ്റം എന്താണെന്ന് കൂടെ നോക്കാം. അടുത്തിടെ ട്രംപ് ഭരണകൂടം പുറത്തിറക്കിയ പുതിയ നയരേഖ പ്രകാരം US താൽക്കാലിക വിസകളിൽ, അതായത് H1B അല്ലെങ്കിൽ F1 സ്റ്റുഡന്റ് വിസയിൽ തുടരുന്നവർക്ക് രാജ്യത്തിനകത്ത് വെച്ച് തന്നെ ഗ്രീൻ കാർഡിനായി സ്റ്റേറ്റസ് മാറ്റാൻ സാധിക്കില്ല. അവർക്ക് US പുറത്തുപോയി മാത്രമേ ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കൂ. വിദ്യാർത്ഥികളും താൽക്കാലിക ജീവനക്കാരും നിശ്ചിത കാലാവധിക്ക് ശേഷം രാജ്യം വിടേണ്ടി വരണമെന്നും അവരുടെ സന്ദർശനം ഗ്രീൻ കാർഡിലേക്കുള്ള ആദ്യ പടിയാക്കി മാറ്റരുതെന്നുമാണ് USCIS വ്യക്തമാക്കുന്നത്. എന്നാൽ ഓരോ അപേക്ഷയും വ്യക്തമായി പരിശോധിച്ച് മാത്രമേ അന്തിമ തീരുമാനം എടുക്കാവൂ എന്നും അധികൃതർക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയിൽ വൈറ്റ് കോളർ ചെയ്യുന്ന വിദേശികൾക്കും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വരുന്ന ആളുകൾ കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ചിപ്പ് റോയി അവതരിപ്പിച്ച ഈ ബില്ല് നിയമമായി മാറിയിട്ടില്ലെങ്കിലും ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ഇമിഗ്രേഷൻ നയങ്ങൾ എത്രത്തോളം കർശനമാക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്.